ബി.ജെ.പി വൻ ഭൂരിപക്ഷം പ്രതീക്ഷിച്ച അയോധ്യയിൽ ബി.ജെ.പിക്ക് നേരിടേണ്ടി വന്നത് വൻ പരാജയമാണ്. ബി.ജെ.പിയുടെ പ്രധാന തുറുപ്പുചീട്ടായിരുന്നു അയോധ്യ രാമക്ഷേത്രം. എന്നാൽ രാമക്ഷേത്രം ബി.ജെ.പിയെ തുണച്ചില്ല എന്ന് തെളിയിക്കുന്നതായിരുന്നു ഇലക്ഷൻ ഫലം. ഇപ്പോൾ ഇതാ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ ബി.ജെ.പി നേതൃത്വം ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ്. ഇന്ന് വൈകിട്ട് 5 മണിക്കാണ് യോഗി ഡൽഹിയിലെത്തുക. യു.പിയിൽ ബി.ജെ.പി തിരിച്ചടി നേരിട്ട സാഹചര്യത്തിലാണ് യോഗിയെ വിളിപ്പിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയുടെ തുറുപ്പുചീട്ടായിരുന്നു അയോധ്യയിലെ രാമക്ഷേത്രം. നിർമ്മാണം പൂർത്തിയാകും മുമ്പ് തന്നെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ പ്രാണപ്രതിഷ്ഠ നടത്തുകയും അത് രാജ്യമെങ്ങും വലിയ ആഘോഷമാക്കി മാറ്റുകയും ചെയ്തു. തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിലും രാമക്ഷേത്രം ഉയർത്തിക്കാട്ടി ബി.ജെ.പി നേതാക്കൾ വോട്ട് തേടി. എന്നാൽ രാമക്ഷേത്രവും മോദിയുടെ വിദ്വേഷ പ്രസംഗവുമെല്ലാം അയോധ്യ ഉൾപ്പെട്ട ഫൈസാബാദ് മണ്ഡലത്തിൽ ബി.ജെ.പിയെ തുണച്ചില്ല. ഇവിടെ സമാജ്വാദി പാർട്ടിയുടെ അവധേഷ് പ്രസാദാണ് 54,567 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചത്. സിറ്റിംഗ് എം.പിയായിരുന്ന ബി.ജെ.പിയുടെ ലല്ലു സിംഗിനെയാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയത്. 9 തവണ എം.എൽ.എ ആയിരുന്ന അവധേഷ് പ്രസാദ് സമാജ്വാദി പാർട്ടിയുടെ ദലിത് മുഖമാണ്. ബി.ജെ.പി ഭരണഘടന തിരുത്തുന്നുവെന്ന പ്രചാരണത്തിനൊപ്പം തൊഴിലില്ലായ്മയെയും ദാരിദ്ര്യത്തെയും അഭിമുഖീകരിക്കുന്നതിൽ യോഗി സർക്കാരിന്റെ നിലപാടിനോടുള്ള ജനവിധി എഴുത്തായിരുന്നു യു.പിയിൽ കണ്ടത്. വർഷങ്ങൾക്ക് ശേഷം യു.പിയിൽ കോൺഗ്രസ് 6 സീറ്റുകൾ നേടിയപ്പോൾ 80-ൽ 37 സീറ്റുകളാണ് എസ്.പി നേടിയത്. യുപിയിലുണ്ടായ അപ്രതീക്ഷിത തോൽവി ഇന്ന് ഡൽഹിയിൽ ചേരുന്ന യോഗത്തിൽ ചർച്ച ചെയ്യുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ.